ഈ ഒരു മെനസ്, അതായത് സ്ത്രീധനം എന്നുള്ളത്, അത് എന്തിന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അത് അടിമയാണോ? അപ്പോൾ അവനെ പുരുഷനെ വിലയ്ക്ക് വാങ്ങിക്കുകയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. ആ വിലയ്ക്ക് വാങ്ങിക്കുന്നവൻ അടിമയായിട്ട് മാറുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അവൻ എന്തിന് ധനം കൊടുക്കണം? അവന് ഏറ്റവും വലിയ ലൈംഗിക വിവേചനമല്ലേ ആ കാണിക്കുന്നത്? ആ ജെൻഡർ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ നാട്ടിൽ ഇല്ലാതാകുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ അത്? ഇത് ഈ പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കേണ്ട വീട്ടുകാരാലോചിക്കണം, കുഞ്ഞുങ്ങളും ആലോചിക്കണം. ഒരുത്തൻ പൈസ ചോദിച്ചാൽ കല്യാണം ആലോചിച്ചുകൊണ്ട് വന്നാൽ അത് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം, അവൻ്റെ പേര് കേസെടുപ്പിക്കണം. അതാ ചെയ്യേണ്ടത്. കൊടുക്കണമെന്നൊന്നുമില്ല കേസെടുക്കാൻ, ഡിമാൻഡ് ഫോർ ഡവറി മതി. ആ ഡിമാൻഡ് ഫോർ ഡവറി ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെതിരെ കേസെടുക്കാം. അപ്പോൾ അതിന് തയ്യാറാകണം, ഈ വീട്ടുകാരും തയ്യാറാവണം, പെൺകുട്ടികളും തയ്യാറാവണം, മുന്നോട്ട് വരണം. അതാ ചെയ്യേണ്ടത്. അല്ലാതെ വിവാഹബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ല വേണ്ടത്, നേരെ മറിച്ച്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ, നമ്മുടെ കുടുംബങ്ങളുടെയൊക്കെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ചെയ്യേണ്ടത്, ഇങ്ങനൊരുത്തൻ ചോദിച്ചാൽ ഒരു ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ അറിയിച്ചേക്കണം. ഇതേപോലെ തന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇവനെക്കുറിച്ച് ശരിയായി അന്വേഷിക്കണം. പണ്ട് നമുക്ക് അന്വേഷണം പോലൊന്നും ഇപ്പോൾ പോരാ. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ഉള്ളവരെയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് അവർ നിർബന്ധമായിട്ട് അന്വേഷിക്കാതെ കല്യാണം കഴിച്ച് കൊടുക്കരുത്. കൊടുക്കാൻ പോയാൽ ഇതുപോലെ ഇരിക്കും. കാരണം ഇന്ന് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അത് ഇന്നത്തെ ഏറ്റവും വലിയൊരു സവിശേഷതയാണത്. ഏറ്റവും വലിയ സമൂഹത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ പുഴുക്കുത്തുകളാണതൊക്കെ. അപ്പോൾ അവരെ ഈ പെൺകുട്ടികളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇവന് ബോധമൊന്നുമില്ല. ഇപ്പോൾ ഇവൻ തന്നെ മദ്യപിച്ച് വന്നിട്ടാണ് രാത്രി ഇതിനെ എടുത്തിട്ട് എടുത്തിട്ട് അഴിക്കുന്നത്. എന്തു ചെയ്യാൻ പറ്റും? ആ കുട്ടിയെ എന്തു ചെയ്യാൻ നോക്കും? ഒരു നിരാലംബയായ പെൺകുട്ടിയാണ്, ഭർത്തൃ വീട്ടിലാണ്, ബാക്കി ചുറ്റും ശത്രുക്കളാണ്, മിത്രങ്ങളില്ല, അതിൻ്റെ സഹായത്തിന് ആരുമില്ല. എന്തു ചെയ്യാൻ പറ്റും? ആ നാട്ടുകാരൊക്കെ പറയുന്നത് ഇതിൻ്റെ മുഖം കണ്ട തന്നെ അടിയേറ്റ് വളരെ അത്രത്തോളം വലിയ പാടായിരുന്നു എന്നൊക്കെ തന്നെ നാട്ടുകാരിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഇവനെ ഒളിവിപ്പാൻ സഹായിച്ച ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ നടപടി വേണ്ടതാണ്.